ഹലോ ഗീസ് ടി കെ ഡി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൊച്ചു ട്രാവലിംഗ് വ്ളോഗാണ്. ഇന്ന് ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ റാന്നി വരെ പോവാണ്. അപ്പം പോകുന്ന വഴിക്കുള്ള കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഞങ്ങൾക്ക് രണ്ട് വഴി കൂടെ ഞങ്ങൾക്ക് റാന്നി പോകാൻ പറ്റും. ഒന്ന് ഞങ്ങൾക്ക് ചിറ്റാറ് വടശ്ശേരിക്കര റാന്നി പോകാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊന്ന് നേരെ പത്തനംതിട്ട ചെന്നിട്ട് പത്തനംതിട്ട കുമ്പഴ വഴി നേരെ റാന്നി. ഈ രണ്ട് സ്ഥലത്തൂടെ പോകാൻ പോലും ഇന്ന് ഞങ്ങൾ പോകുന്നത് ചിറ്റാറ് വടശ്ശേരിക്കര റാന്നി അങ്ങനെയാണ് പോകുന്നത്. ചിറ്റാറ് വടശ്ശേരിക്കര റൂട്ട് വഴി പോവുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പം കാണുന്നത്. ഇത് മണിയാറാണേ. മണിയാർ ഡാമൊക്കെ ഉണ്ട്. അത് നിന്നിട്ട് കുറച്ച് അങ്ങേപ്പുറത്താണ്. അപ്പോൾ മണിയാർ ഡാമും അതുപോലെ തന്നെ ആ മണിയാർ ഡാമിനെ പറ്റിയുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ പോകുമ്പോൾ റോഡിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ. നമ്മളിപ്പം നേരിട്ട് കാണുമ്പോഴാണ് ആ ഒരു മനോഹാരിത ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. നമ്മൾ ഫോണിൽ കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കും ഒരു സുഖം കിട്ടത്തില്ല. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അതിനുശേഷം ഞങ്ങൾ ഇതുണ്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ എന്തുണ്ട് അവിടെ ഇതുണ്ട് വലിയൊരു ക്രെയിനൊക്കെ കിടപ്പുണ്ട് കേട്ടോ. വലിയൊരു ക്രെയിൻ എന്ന് വെച്ചാൽ MH ആണ് രജിസ്ട്രേഷനൊക്കെ, മഹാരാഷ്ട്ര രജിസ്ട്രേഷനൊക്കെയാണ്. അന്നേരം ഇതുണ്ട് എന്താ സംഭവം എന്നറിയാനൊക്കെ ഞാൻ നിൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട് കേട്ടോ. ഇത്രയും വലിയ ക്രെയിനൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ചുരുക്കമാണ്. ഞാനങ്ങനെ കണ്ടിട്ടില്ല. നമ്മൾ ഗൾഫിലും മറ്റു സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ എന്തോ ചുരുക്കം ചില സ്ഥലത്തൊക്കെ ഇത്രയും ക്രെയിനൊക്കെ കാണാൻ സാധിക്കത്തുള്ളൂ. ഇത്രയും വലിയ ക്രെയിനൊക്കെ ഇവിടെ വരണമെങ്കിൽ അപ്പോൾ തക്കതായിട്ട് എന്തെങ്കിലും ഒരു കാരണം കാണും. അന്നേരം ഞാൻ എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്യുമ്പോൾ എൻ്റെ ആൾക്കാരൊക്കെ അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ എൻ്റെ പോലീസുകാരൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ശരിക്കും പറഞ്ഞ് ഞെട്ടിപ്പോയി കേട്ടോ. സംഭവം വേറൊന്നുമല്ല, ഒരു ടോറസ് വേണ്ട മറിഞ്ഞ് കിടപ്പുണ്ട്. റോഡിൻ്റെ താഴെയാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ കണ്ണിൽ പെടത്തില്ല. വണ്ടി കൂടെ സ്പീഡിൽ പോകണമെങ്കിൽ ആൾക്കാരൊന്നും നിൽപ്പില്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നോക്കിയപ്പോൾ ശരിക്കും പറഞ്ഞ് ഞെട്ടി കേട്ടോ. വലിയൊരു ടോറസാണ്. ഇത് എങ്ങനെ മറിഞ്ഞ് എന്താ സംഭവം എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും വേറെ അപകടങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതെന്തായാലും ഒരു ദൈവാധീനമാണ്. എന്ത് പറ്റി എന്താ സംഭവം എന്നൊക്കെ അറിയാനൊക്കെ ഉണ്ട്. അവിടെ നിന്നൊരു ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തൊട്ടങ്ങേപ്പുറത്ത് കേട്ടോ നല്ലൊരു വളവാണ് കേട്ടോ, നല്ലൊരു ടേണിംഗ് ആണ്. അന്നേരം നമ്മൾ ഒരുമാതിരിപ്പെട്ട അറിയാത്ത ഡ്രൈവർമാരൊക്കെ വരുവാണെങ്കിൽ അവർ അവിടുന്ന് വരുന്ന വീശി എടുക്കുന്ന ടൈമിൽ വണ്ടി കൈ നിൽക്കാതെ വരും. എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നട്ടുബോൾട്ട് ഓടുന്ന സംഭവമല്ല. പിന്നെ എത്ര അറിയാവുന്നോ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാരാണെങ്കിൽ നമുക്ക് അറിയാത്ത ഒരു വഴിയിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇവിടെയും അങ്ങനെ തന്നെ സംഭവിച്ചാണ്. ആ വളവ് വീശിയെടുത്തത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ കയ്യിൽ നിന്നില്ല, വണ്ടി അങ്ങനെ മറിഞ്ഞു. ഭാഗ്യത്തിന് ലോഡോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അതൊരു വലിയൊരു ദൈവാധീനം. അല്ലെ കുറച്ചുകൂടെ താഴോട്ട് പോയതിനെ വണ്ടി. ഇതെന്തായാലും റബ്ബറയിലും അതുപോലെ തന്നെ തെങ്ങയിലൊക്കെ അവിടെ തടഞ്ഞു നിൽക്കുന്നുണ്ട്. വലിയ അപകട കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആർക്കും ഒരു പരുക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വണ്ടി ഇപ്പോഴെങ്ങാണ്ട് എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവിടെ നിന്ന് വണ്ടി എടുക്കുന്ന ലക്ഷണ കാര്യങ്ങളൊന്നും ഇല്ല. വേറൊന്നും കൊണ്ടല്ല. വണ്ടി മറിഞ്ഞപ്പം വസ്തുവിൻ്റെ ഉടമസ്ഥൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മറിഞ്ഞ് പുള്ളിക്കാരന് കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായെന്നാണ് പറയുന്നത്. റബ്ബറും അതുപോലെ തന്നെ തെങ്ങൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നഷ്ടപരിഹാരം പുള്ളിക്കാരൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ വണ്ടിയുടെ മുതലാളി അത് കൊടുക്കാൻ തയ്യാറല്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ വണ്ടി എടുക്കാനും സമ്മതിക്കത്തില്ല. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തീരുമാനത്തിലെത്തുന്നില്ല. അപ്പം പിന്നെ നമുക്കവിടെ ഒത്തിരി സമയം നിൽക്കാൻ പറ്റത്തില്ല. കാരണം നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നേരെ ഇരുട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് കഷ്ടമായിരിക്കും. അന്നേരം ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഇനിയും പോയേക്കും. കാരണം ഇവിടെ നിന്നിട്ട് ഇനിയും കാര്യമില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ റാന്നിയിലോട്ട് പോയി. റാന്നി ചെന്ന് നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒത്തിരി ലേറ്റ് ആയില്ല കേട്ടോ. പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു. തിരിച്ച് വരുമ്പോഴും വണ്ടി അതുപോലെ തന്നെ അവിടെ കിടപ്പുണ്ട്. അവർ തമ്മിൽ ഒരു ധാരണയിൽ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. അന്നേരം തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴുള്ള മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ്. കുന്നും മലയും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് പ്രദേശങ്ങളൊക്കെയാണിത്. ഇവിടെ നമ്മൾ മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ രാവിലേക്ക് വരുവാണെങ്കിൽ പൊളി സീനായിരിക്കും കേട്ടോ. ഫുള്ള് മഞ്ഞായിരിക്കും, ഒരു രക്ഷയില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് നേരെ ഉരുട്ടിയതറിഞ്ഞില്ല. നമ്മൾ ഈ പോകുന്ന റോഡെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കാണ് കേട്ടോ. റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അത് വേറെ സ്ഥലം, ഇത് വേറെ സ്ഥലം. ഇത് നമ്മൾ ചിറ്റാറിയിൽ നിന്ന് തണ്ണിത്തോടിലോട്ട് പോകുന്ന റോഡാണ്. ഇൻ്റർലോക്കാണ് ഫുള്ള് കേട്ടോ. കുറച്ച് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. വണ്ടിയും കിടക്കാൻ നമ്മൾ അത്രയ്ക്ക് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ തെന്നി അടിച്ച് താഴെ കിടക്കും. അത് മാത്രമല്ല രണ്ട് സൈഡിൽ നല്ല കാടാണ് കേട്ടോ. ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളീ പോകുന്ന വണ്ടിയുടെ വെട്ടം മാത്രമേ ഉള്ളൂ. കുറച്ച് വിജനമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഒരു ആനത്താരയുണ്ട് കേട്ടോ. ആനത്താര എന്ന് പറയുമ്പോൾ എപ്പോഴും ഫുൾ ആന അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. അവിടെ വരുമ്പോൾ അല്ലെങ്കിൽ പകലാണെങ്കിൽ പോലും ഒരു പേടിയാണ്. നമ്മൾ അത്രയ്ക്ക് സൂക്ഷിച്ച് നമ്മൾ പോകാറുള്ളൂ.
അന്നേരം ഇത് ഇനി കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ, ഇങ്ങനെ കാടാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അന്നേരം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.